ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. റീഡ് യുവർ ഗോസ്പൽ ഇൻ പ്രസന്റ് ടെൻസ്. വർത്തമാനത്തിൽ വായിച്ചെടുക്കേണ്ട പുസ്തകമാണ് സുവിശേഷം എന്ന സാരം. ബിക്കോസ് ഈസ് അലൈവ്. യേശു ജീവിക്കുന്നത് കൊണ്ട് പണ്ടെങ്ങോ സംഭവിച്ച കാര്യങ്ങളുടെ നാൾവഴി പുസ്തകമായിട്ടല്ല വേദഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടത്. മറിച്ച് കാലിക പ്രസക്തിയുള്ള നവീന വ്യാഖ്യാനങ്ങൾക്കിടമുള്ള പ്രകാശവും പ്രസാദവുമുള്ള ചുല്ലെഴുത്തുകളായിട്ട് വേണം നമ്മളതിനെ കാണാൻ. അങ്ങനെയെങ്കിൽ 2000 വർഷം പഴക്കമുള്ള ഒരു സ്മാർത്ഥ വിചാരത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോയാൽ നല്ലതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ് നമ്മളത് വായിച്ചെടുക്കുക. തെറ്റിൽ കുരുക്കപ്പെട്ട ഒരു സ്ത്രീ. തെറ്റിൽ കുരുക്കപ്പെട്ടെന്ന് പറഞ്ഞ വാക്ക് വളരെ ബോധപൂർവം പറഞ്ഞതാണ്. വേദപുസ്തകം പറയുന്നത് തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീ എന്ന വുമൺ വാസ് കോട്ട് ഇൻ ദ വെരി ആക്ട് ഓഫ് അഡൾട്ടറി. മിക്കവാറും ഇത്തരം അനുഭവങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെയോ കൃത്യമായ കുരുക്കുകളാണ്, ട്രാപ്പാണെന്നുള്ളത് ഇപ്പോൾ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. അതിൻ്റെയൊക്കെ ഒരാരംഭം മറ്റേതോ കാലഘട്ടത്തിലൊരു സൂചന കണക്ക് ഈ വേദഭാഗം. ഉപേഹിതം ആവശ്യമുള്ള ഒരിടർച്ചയിൽ അവനിവിടെ പോയി. അവനെ പിന്തുടരണ്ടെന്ന് കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ പക്ഷപാത നീതി, അവളുടെ ദുര്യോഗങ്ങളിൽ അവൾക്ക് കൂട്ടുപോകേണ്ടെന്ന് കരുതുന്ന അവൻ്റെ അതിപ്രായോഗികത എല്ലാം കൂടി ചേർന്നിട്ട് അവളുടെ ജീവിതത്തെ വല്ലാതെ ഒറ്റക്കാക്കും. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും പരുക്ക് പറ്റുന്നത് ഇലയ്ക്കാണെന്നുള്ള മട്ടില്ല ഉള്ള ചൊല്ലുകൾ ലോകത്തെല്ലായിടത്തുമുണ്ട്. അവനെ മുള്ളായിട്ടും അവളെ ഇലയായിട്ടും ഗണിച്ചത് ആരാ? ജാതികളെ. ആരാ പറയുന്ന കണക്ക് 2 ജാതികളേ ഉള്ളൂ, പുരുഷനും സ്ത്രീയും. ഈ ജാതികളെ ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്താണ്? ഒരു പെൺകുഞ്ഞിനെ മതി എന്നൊക്കെ ചെറിയ കാലത്തിലൊക്കെ ആലോചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുഞ്ഞിനെ ദൈവം തരുമെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ മതി. പക്ഷേ മധ്യവയസ്സിലെത്തുമ്പോൾ തോന്നുന്നു വേണ്ട. എന്തുമാത്രം കടമ്പകൾ കാണിച്ച്, എന്തുമാത്രം കെണികൾ അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ച്, എന്തുമാത്രം ഭയങ്ങളുടെ ഇരയാക്കി നമ്മുടെ ദേശത്ത് ഒരു പെൺകുട്ടി വളരുന്ന കാണുമ്പോൾ ഭീതി തോന്നുന്നു, വല്ലാത്ത ഭീതി തോന്നുന്നു. എല്ലാത്തിൻ്റെയും ഒടുവിലത്തെ ഇര അവളായിട്ട് മാറുന്നു. ഭൂമിക്ക് പച്ചിലകളുടെ സമൃദ്ധി ആവശ്യമില്ല, മുള്ളുകൾ പെറ്റുവരികയാണ് താനും. യേശു ചെയ്ത കാര്യങ്ങൾ ഒന്ന് ബോധപൂർവം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. ആൾക്കൂട്ടം ഇത്രയും വലിയ ആരോപണങ്ങൾ മുഴക്കുമ്പോൾ, കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ശടിക്കുമ്പോൾ നമ്മൾ വായിച്ചു കേൾക്കുന്നു, അവൻ നിലത്തിരുന്ന് എഴുതി തുടങ്ങി. ഒരർത്ഥത്തിൽ ഇത് അവൾക്ക് വേണ്ടിയുള്ള കുരുക്കല്ല, യേശുവിന് വേണ്ടിയുള്ള കുരുക്ക. എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് യേശുവിനെ അവർ വലിച്ചിഴച്ചത്? ഗണികളുടെ സ്നേഹിതനെന്ന് സ്വയം വിശേഷിപ്പിച്ച ഈ മനുഷ്യനെ കൃത്യമായിട്ട് അപകടത്തിലാക്കിയായിരുന്നു അവരുടെ പറയപ്പെടാതെ പോകുന്ന ലക്ഷ്യം. കാരണം മോശയുടെ നിയമം അനുസരിച്ചിട്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം യേശു ഒരിക്കലും അതിനവൾ വിട്ടുകൊടുക്കില്ല. ഒരു മനുഷ്യനെയും ഭൂമിയുടെ ഒരു ഹീനതയ്ക്ക് ഹിംസയ്ക്കും അവൻ വിട്ടുകൊടുക്കില്ല. പക്ഷേ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, അങ്ങനെ ഒരു കാര്യം ഭാവനയിൽ കാണുന്ന മനുഷ്യർക്ക് അതുമൊക്കെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. വിട്ടുകൊടുത്തിരുന്നെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാലം യേശു ഒരു സമൂഹത്തിൽ രൂപപ്പെടുത്താൻ ശ്രമിച്ച ആ കരുണയുടെ കഥകൾക്ക് ഇവിടെ വെച്ച് പൂർണ്ണ വിരാമമാകും. ഇതിനപ്പുറത്തേക്ക് ഇനി ഒരു കരുണയെക്കുറിച്ച് അവൻ പറയണ്ട. ഒപ്പം വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നു, വളരെ പൊളിറ്റിക്കലായ ഒരു കാരണം. ഇത്തരം ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് ഒരാളെ കൊന്നുകളയാനുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് യഹൂദ സമൂഹത്തിന് അപ്പം അവകാശമില്ല. യേശുവിൻ്റെ കാര്യത്തിൽ പോലും അതാ സംഭവിച്ചത്. യേശുവിനെ കൊല്ലാനായിട്ട് യഹൂദ സമൂഹം തീരുമാനിച്ചെങ്കിലും അതിന് തീർപ്പുണ്ടാക്കിയത്, അതിന് മീതെ കൃത്യമായിട്ട് വിധി ഉണ്ടാക്കുന്ന റോം ഭരണകൂടമാണ്. കാരണം അപ്പോഴേക്കും റോമ ജുഡയെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, വിശേഷിച്ചും ഇത്രയും ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റാത്ത ഒരു ദേശം അത്. അപ്പോൾ നിരന്തരമായിട്ട് ഈ റോമും യഹൂദ വംശീയതയ്ക്ക് വേണ്ടി ഇങ്ങനെ തർക്കിക്കുന്നവരും തമ്മിൽ സ്പർദ്ധയുണ്ട്. യേശുവിൻ്റെ ശിഷ്യരിൽ ചിലർ പോലും അത്തരം ചില സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിൽക്കുന്നത് നമുക്കറിയാം. എരിവുകാരനായ ശിമയോനൊക്കെ നമ്മളൊരു അപ്പോസ്തലനെ വിശേഷിപ്പിക്കുന്നുണ്ട്, സീലട്ട്. അപ്പോൾ ബോധപൂർവം റോമൻ മേൽക്കോയ്മയെ കുറുകെ കടക്കാനുള്ള ശ്രമമായിട്ട് ഇത് വളരെ വേഗത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അത്തരം ഒരു രാഷ്ട്രീയപരമായൊരു നീക്കത്തിൻ്റെ കരുവായിട്ട് യേശു മാറുകയും ചെയ്യും. ഇനി യേശു നമ്മൾ വിചാരിക്കുന്ന കണക്ക് തൻ്റെ കമ്പാഷനിൽ
അവളെ വിട്ടു കൊടുക്കുക, അവളെ ഇത് ഒരു തീർപ്പും കൽപ്പിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന വേറൊരു പ്രശ്നമുണ്ട്. മോശയുടെ നിയമങ്ങളെ തിരുത്താനായിട്ട് യേശു ആരാ? അല്ലെങ്കിൽ സമൂഹം ചില കാര്യങ്ങൾക്കകത്ത് പുലർത്തുന്ന ചില നിഷ്ഠയും ശാഠ്യവുമൊക്കെ തിരുത്താനായിട്ട് ഇങ്ങനെ കുറേ കൂടി അയഞ്ഞ ഒരു ധാർമ്മികതയെക്കുറിച്ച് പറയാനായിട്ട് ഈ ചെറുപ്പക്കാരൻ എന്താ അവകാശം? അങ്ങനെ ഒരു കാര്യത്തിനകത്ത് രണ്ട് കാര്യങ്ങളും ഉണ്ട്. നിശ്ചയമായിട്ട് ഇങ്ങനെ അവൾ കുരുങ്ങുന്നുണ്ട്, ഒപ്പം യേശു എന്ന് പറയുന്ന ഒരു മഹാചാര്യനെ കൂടി ഇങ്ങനെ വല്ലാത്തൊരു തീരുമാനങ്ങൾ എടുക്കുന്ന പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് നിയമജ്ഞരും പണ്ഡിതരും. അപ്പോഴാണ് യേശു നിലത്തിരുന്ന് എഴുതുന്നത്. വേദപുസ്തകത്തിൽ ഇതിന് മുമ്പോ പിമ്പോ ഒരിടത്തും നമ്മൾ കാണുന്നില്ല യേശു എന്തെങ്കിലും ഇങ്ങനെ എഴുതുന്നതൊക്കെ ആയിട്ട്. നിശ്ചയമായിട്ടും എഴുതിയിട്ടുണ്ടാകും, പക്ഷേ അങ്ങനെ ഒന്ന് അടയാളപ്പെട്ട് കിട്ടുന്ന ഈ ഭാഗത്ത് മാത്രമാണ്. ചിലപ്പോൾ എൻ്റെ ഒരു ഇളം പ്രായത്തിലൊരു കൗതുകങ്ങളിലൊക്കെ ഒന്നിങ്ങനെയായിരുന്നു. അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ട് യേശു ആ മണലെഴുതിയ കാര്യങ്ങൾ നമുക്കൊന്ന് മൂടി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു പാത്രം കൊണ്ട് മൂടി വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അവൻ്റെ കയ്യെഴുത്ത് വായിക്കാൻ പറ്റിയേനെ. യേശുവിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അത്തരം കൗതുകങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്തിനു വേണ്ടിയാണ് യേശു നിലത്തിരുന്നിങ്ങനെ എഴുതുന്നത്? വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്, അവരെ കേട്ടില്ലെന്ന മട്ടിൽ അവൻ എഴുതി തുടങ്ങി. കുറച്ചധികം കാര്യങ്ങൾ ഇതുമായിട്ട് നമുക്കിങ്ങനെ ചില അനുമാനങ്ങൾ എത്താവുന്ന. എന്നാൽ അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്, യേശു ബോധപൂർവം ഒരു നിശബ്ദതയെ സൃഷ്ടിക്കുകയായിരുന്നു. അത്ര നിശബ്ദയില്ലാത്ത മനുഷ്യർ ഈ വൈകാരികതയുടെ ഇരയായിട്ട് മാറും. അമിത വൈകാരികതയുടെ അതിൽപ്പെട്ട് അതിൻ്റെ ഒരു കോപത്തിലോ അതിൻ്റെ തീർപ്പുകളിലോ പെട്ട് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നൊരു സമൂഹമാണ്. അവരോട് എന്ത് പുണ്യം പറഞ്ഞാലും എന്ത് സുഹൃതം പറഞ്ഞാലും അത് അവരുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തത്തില്ല. അപ്പോൾ ഈ വൈകാരികതയ്ക്കൊരു ശമനം ആവശ്യമുണ്ട്. ആ വൈകാരികതയ്ക്ക് ഒരു ഇടവേള കൊടുക്കാനായിട്ട് യേശു കണ്ടെത്തിയ ബോധപൂർവമുള്ള മാർഗമാണ് ഈ നിലത്തെഴുത്തുന്നൊക്കെ ഉള്ള ഒരു ഭംഗിയുള്ള കുറച്ച് യുക്തിഭദ്രമായ ഒരു വീക്ഷണമുണ്ട്. ഒരു നിശബ്ദത യേശു സൃഷ്ടിച്ചെടുക്കുക. പലപ്പോഴും നമ്മുടെ എല്ലാ കഠിനമായ കാർക്കശ്യമുള്ള നിലപാടുകൾക്കും കാരണം നമുക്കൊരു നിശബ്ദയില്ലാതെ പോകുന്നുണ്ട്. ഇങ്ങനെ വൈകാരികതകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ടോസ് ചെയ്യുന്നുണ്ട്, വല്ലാതെ അങ്ങോട്ട് വലക്കുന്നുമുണ്ട്. ഒരു നിശബ്ദതയിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലും അങ്ങനെയാണ്, ബിറ്റ്വീൻ എ സ്റ്റിമുലസ് ആൻഡ് ഇറ്റ്സ് റെസ്പോൺസ് യു ക്രിയേറ്റ് എ പോസ്. ഒരു ഉദ്ദീപനത്തിനും അതിൻ്റെ പ്രതികരണത്തിനും ഇടയിലായിട്ട് നിങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഇടവേളയുടെ പേരാണ് നിശബ്ദത. അത്തരം നിശബ്ദതയിൽ സംഭവിക്കുന്ന ചില ഭംഗിയുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു അവനവനെ തന്നെ കണ്ടെത്തുക എന്ന് പറഞ്ഞ പ്രക്രിയ. കലകവെള്ളത്തിൽ എങ്ങനെയാണ് മുഖം തെളിയുന്നത്, പതുക്കെ പതുക്കെ ഇങ്ങനെ ഒരു നിശബ്ദതയിൽ അവരവരെ തന്നെ കണ്ടെത്താൻ തുടങ്ങി, ഒരു കണ്ണാടിയിൽ കാണുന്ന കണക്ക്. പിന്നെ ഭംഗിയുള്ള മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്, ഒരു ശ്രദ്ധ സംഭവിക്കുക. ഇത്രയും നേരം അവളുടെ കണ്ണുകളിലേക്ക് അവരാരും നോക്കിയിട്ടില്ല. വലിച്ചിഴച്ചുകൊണ്ട് വന്ന ഇങ്ങനെ അപമൃത്യുവിന് വലിച്ചെറിഞ്ഞ് കൊടുക്കേണ്ടി വരുന്ന കുറ്റവാളിയായ ഒരു സ്ത്രീയാണ്. ഇപ്പോൾ അവളുടെ മിഴികളിലേക്ക് ആദ്യമായിട്ട് അവരെ നോക്കി. അപ്പോൾ അവർക്ക് തോന്നി ഇത് തങ്ങളുടെ പെങ്ങന്മാർ ഒരാളെ കണക്ക്, തങ്ങളുടെ മകളെ കണക്ക് ഒരാൾ. മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ തന്നെ എന്തുമാത്രം കാര്യങ്ങൾക്കകത്ത് വ്യത്യാസം ഉണ്ടാകും. ആരോ പറയുന്നതാണ്, ഏറ്റവും നല്ല വേദം ദൈവം എഴുതി വെച്ചിരിക്കുന്ന മനുഷ്യരുടെ കണ്ണുകൾക്കകത്താണ്. വുഡഡ് ഹീലർ എന്ന് പറയുന്നൊരു പുസ്തകത്തിനകത്ത് വായിച്ചിട്ട് എടുത്തിട്ടുള്ളൊരു പഴയ കഥ കണക്ക്. ഒരു ഗ്രാമത്തിലേക്കൊരു ചെറിയ കുട്ടി ഓടി വരുന്നു. പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന കുട്ടിയാണ്, പട്ടാളക്കാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന കുട്ടിയാണ്. ഗ്രാമീണർ അവർക്ക് അവന് അഭയം കൊടുക്കുന്നു. രാത്രിയാകുമ്പോൾ ഗ്രാമത്തെ ഈ പട്ടാളക്കാർ വളയുന്നു. എന്നിട്ട് പറഞ്ഞു, അവനെ ഞങ്ങൾക്ക് വിട്ടു തരിക, അവനോട് ഉണ്ടെന്നറിയാം. നാളെ പ്രഭാതത്തിനപ്പുറം അവനെ കൈമാറിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പോലും ധാരണയില്ല. അങ്ങനെ വലിയ ഭീഷണി മുഴക്കി അവരിങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ ഈ കുട്ടിയെ വിട്ടുകൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റാതെ ഗ്രാമം കുഴങ്ങി. അപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും നല്ല മാർഗം, ഇത്തരം ചില പ്രതിസന്ധികളിൽ അവർക്ക് എപ്പോഴും മാർഗ്ഗനിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മലമുകളിലൊരു പുരോഹിതനാണ്. അയാളെ പോയി കണ്ടിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നിട്ട് കണ്ണുപൂട്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം വന്നിട്ട് വേദപുസ്തകം എടുത്ത് വായിച്ചു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു ജനതയ്ക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് കിട്ടിയ വെളിപാടാണ്, അവന് വിട്ടുകൊടുക്കുക. പിറ്റേന്ന് പുലരിയിൽ ഈ കുട്ടിയുടെ നിലവിളി കേട്ടിട്ടാണ് ഈ പുരോഹിതൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ കണ്ടു, മഞ്ഞ് വീണ വഴികളിലൂടെ ഈ ചെറിയ കുഞ്ഞിനെ പട്ടാളക്കാർ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ ആ വലിച്ചഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ കുട്ടി ഈ പുരോഹിതൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ മിഴികൾ ഈ പുരോഹിതനെ വല്ലാതെ വേട്ടയാടുകയാണ്.
അന്തിയിൽ അയാൾ യേശുവിനോട് ചോദിക്കുകയാണ്, പറ്റിപ്പോയത് കൈപ്പിഴയാണോ? ഇതായിരുന്നു നിൻ്റെ തിരുഹിതം. വേദപുസ്തകത്തിൽ വായിച്ചു കേട്ട കാര്യങ്ങളായിരുന്നു എനിക്കുള്ള ശരിയായ വെളിപ്പെടുത്തലുകൾ. അപ്പോൾ യേശുവിൽ നിന്ന് ഒരു ശബ്ദം ഈ പുരോഹിതൻ ജീവിതത്തിൽ ആദ്യം അവസാനമായിട്ട് കേട്ടു. നീ വേദപുസ്തകം തുറന്ന നേരത്ത് അവനെ ഒളിപ്പിച്ചിരുന്ന വൈക്കോൽപ്പുരയിൽ പോയി ഒരു റാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ നിനക്ക് കുറച്ചുകൂടി എൻ്റെ തിരുഹിതം മനസ്സിലായേനെ. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒരു തിരുഹിതം മനസ്സിലാക്കാൻ പറ്റുന്ന വിവേകം പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു. ആ ഒരു മൗനത്തിൽ യേശു ഇത് രണ്ടും സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറേ അധികം അനുമാനങ്ങളുള്ളതാണ് യേശുവിൻ്റെ ഈ നിലത്തിരുത്തിനെക്കുറിച്ച്. ചിലർ വിചാരിക്കുന്നു അതിൻ്റെ ഒരു ഗ്രീക്ക് മൂലപദമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് അവർക്കെതിരായിട്ട് എഴുതുന്ന മറ്റുള്ളൊരു വാക്ക് വരുന്നുണ്ടെന്നാണ് പറയുക, സൂചന വരുന്നുണ്ടെന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ അപരാധങ്ങൾ കൃത്യമായിട്ട് അവനിങ്ങനെ മണലിൽ എഴുതിയിടുക. എന്തോ യേശുവിൻ്റെ സ്വഭാവത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ലത്. അതുകൊണ്ട് നിശ്ചയമായിട്ട് നമ്മുടെ ഒരു ധ്യാനത്തിലേക്ക് അതിനകത്തൊരു എൻട്രി പോലെ ആവശ്യമില്ല. യേശു മനുഷ്യൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കും, ഭിത്തിയിൽ രേഖപ്പെടുത്തി എഴുതും, അല്ലെങ്കിൽ മണലിൽ എഴുതി വെക്കുക എന്നൊക്കെ പറയുന്നത് യേശു നമ്മളെ പഠിപ്പിച്ചു തരുന്ന കരുണയുടെയോ ആ ക്ഷമയുടെയോ മാപ്പ് കൊടുക്കലിൻ്റെയോ ഒരു സംസ്കാരത്തിന് നിരക്കുന്നതല്ല. എൻ്റെ ഒരു ചെറിയ ബുദ്ധിക്കകത്ത് എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, യേശു ഒരൊറ്റ പദം മാത്രം എഴുതിക്കൊണ്ടിരുന്നത്, കരുണ കരുണ കരുണ. അവൻ എഴുതി എന്തെന്ന് ഉറ്റുനോക്കാനായിട്ട് ശ്രമിച്ച ഓരോരുത്തരും ആ വാക്ക് വായിച്ചു, കരുണ കരുണ കരുണ. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നേരിടാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു ചെറിയ വാക്കിൻ്റെ താക്കോലാണ് കരുണ, കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ടു ഫീൽ വിത്ത് എന്ന കുമ്പെന്ന് വെച്ചാൽ വിത്തെന്ന അതിൻ്റെ അർത്ഥം. അയാൾ അനുഭവിക്കുന്ന അതേ ആകുലത, അയാൾ അനുഭവിക്കുന്ന അതേ നിസ്സഹായതയിൽ, അയാൾ അനുഭവിക്കുന്ന അതേ ഭീതിയിൽ നിനക്ക് പങ്കുചേരാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ പേരാണ് കമ്പാഷൻ. പാഷൻ ഓഫ് ക്രൈസ്റ്റിലാവട്ടെ ഈ രംഗം വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. യേശുവിന് മുമ്പിലേക്ക് ഈ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ യേശു ഇങ്ങനെ നിലത്ത് കുനിഞ്ഞിട്ട് ഇങ്ങനെ വേഗത്തിലൊരു വരവരക്കി, ഇങ്ങനെ പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. പലപ്പോഴും ആ ചിത്രം കാണുമ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്, യേശു ഇവൾക്ക് വേണ്ടി ഒരു 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 സംരക്ഷണ വലയം ഉണ്ടാക്കിയെടുക്കുക, ഒരു രേഖയോ ഒരു അതിർത്തി ഉണ്ടാക്കിയ, ഇതിനപ്പുറത്തേക്ക് പ്രവേശിക്കരുത്. യേശു എപ്പോഴും അങ്ങനെയാണ്, ഇടറിപ്പോയവർക്കും തകർന്നു പോയവർക്കും വേണ്ടി അവൻ്റെ വര വരക്കുന്നുണ്ട്. നിങ്ങളതിനെ എൻക്രോച്ച് ചെയ്യാനായിട്ട് അവിടെ നിന്ന് അനുവദിക്കില്ല. അത്രയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം യേശുവിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട ഉത്തരം കിട്ടി. യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ഓൾറെഡി സ്വയം കണ്ടെത്തിയ, അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയ ആ മനുഷ്യരുടെ ഉള്ളിൽ ഈ കരുണയുടെ പൊടിപ്പുകളുണ്ടായി. നിശബ്ദതയുണ്ടെങ്കിൽ, ധ്യാനമുണ്ടെങ്കിൽ മാനവരാശിയിൽ ഇനിയും കരുണയുടെ തളർപ്പുകളുണ്ടാകും. ആ കരുണയുടെ പുതിയൊരു ഈർപ്പമെടുത്തിൽ, പുതിയൊരു തണുപ്പിൽ അവരിങ്ങനെ ഓരോരുത്തരായിട്ട് കല്ലിട്ടിട്ട് പോയി. യേശു കാട്ടിയ കരുണയുടെ കഥയല്ല നിലത്തെഴുത്ത്, മറിച്ച് നിശബ്ദതയിലൂടെ യേശു ഒരു പ്രത്യേക ആൾക്കൂട്ടത്തിൽ ഉണർത്തിയ കരുണയുടെ കഥയായത്. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. എന്തൊരു വ്യക്തമായൊരു നിർദ്ദേശം നമുക്ക് വേണ്ടി. ഓരോരോ കാര്യങ്ങൾ നമുക്ക് അവരെ വിട്ടുകളയാം, നിയമജ്ഞന്മാരെയും പണ്ഡിതന്മാരെയും വിട്ടുകളയാം. വേദപുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, അത് നമ്മളെ തന്നെ കാണാനുള്ള കണ്ണാടിയാണ്. അത്തരം ഒരു കണ്ണാടിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ശബ്ദം നമുക്കെതിരെയായിട്ടാണ് മുഴങ്ങുന്നത്, പാവമില്ലാത്തൊരു കല്ലെറിയട്ടെ. അതുമാത്രം പേരെ ഓരോരോ കാര്യങ്ങൾക്കകത്ത് നമ്മൾ വിധിച്ചുകൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരുത്താൻ പോലും അവകാശമില്ല. നിങ്ങളുടെ ബാല്യം ഭേദപ്പെട്ടതായിരുന്നു. ഇന്ന് കുറുമ്പ് കാണിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇന്ന് ചില കൗതുകങ്ങളിൽ പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ തിരുത്താനായിട്ട് നമുക്ക് എന്താ അവകാശം? അവിടം തൊട്ട് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയ്ക്കകത്തും ഓരോരോ ചാനലുകളിൽ നടക്കുന്ന ഈ മാധ്യമ വിചാരണകൾക്കകത്തുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്, പാപമില്ലാത്തൊരു കല്ലെറിയട്ടെ. കൈ ശുദ്ധമെന്ന് കരുതുന്നവർ കല്ലെറിയട്ടെ. നിർഭാഗ്യവശാൽ തൽക്കാലം ഭൂമിയിൽ അത്രയും ഭേദപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായിട്ട് നമ്മളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ വിധിക്കപ്പെടാതിരിക്കാൻ നീയും വിധിക്കാതെ കടന്നു പോകണം. ഓരോരോ വിധിവാചകങ്ങൾ പറയുന്ന വഴി, ഓരോരുത്തരും അങ്ങനെയാണെന്ന് പറയുന്ന വഴി, ഓരോരുത്തരെയും ബിലിറ്റിൽ ചെയ്യുന്ന വഴിയായിട്ട്, ഓരോരുത്തരുടെയും ഇങ്ങനെ വല്ലാതെ ചെറുതാക്കുന്ന വഴി, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വഴിയായിട്ട് വിധിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതം തന്നെ. അധികം ഇങ്ങനെ ഉപാധികളില്ലാതെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് യേശു. കണ്ടീഷൻ ക്ലോസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ഒരു പ്രബോധന രീതിക്കകത്ത് പെടുന്നതല്ല. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ യേശു ഒരു കണ്ടീഷൻ ക്ലോസ് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, അതിന് അത്രയും ഗുരുത്വം, ഗ്രാവിറ്റി കൊടുക്കാനായിട്ട് അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രയും ഗ്രാവിറ്റിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മുഴങ്ങുന്നൊരു വാക്കാണ് വിധിക്കാതിരിക്കുക. വിധിക്കാനായിട്ട് നിനക്ക് എന്താ അവകാശം?
യേശുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണിൽ ഒരു തടിക്കഷ്ണം ഇരിക്കുമ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടിനെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് എന്താ അവകാശം? എന്നിട്ട് ഈ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിക്കവാറും കാര്യങ്ങൾ ഇതിൻ്റെ തന്നെ റിഡിക്കുലസ് വേർഷനാണ്. വലിയ അപരാധങ്ങളിലും വലിയ കൈപ്പിഴകളിലേക്ക് ഇടറിപ്പോയ മനുഷ്യർ എത്ര ആത്മവിശ്വാസത്തോടും നമ്മുടെ മക്കളുടെ ഭാഷയുടെ ഉളുപ്പില്ലാതെയും ഒക്കെയാണ് മറ്റുള്ളവരുടെ അപരാധങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിധിക്കപ്പെടാതിരിക്കാനായിട്ട് നീയും വിധിക്കാതിരിക്കുക. ഇതിനകത്ത് ആകപ്പാട് വിധിക്കാനായിട്ട് അവകാശമുള്ള ഒരാളുണ്ട്, അത് യേശു. പാപമില്ലാത്തവർ കല്ലെറിയട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഈ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ കല്ലെറിയാനായിട്ട് അവകാശമുള്ള ഒരു മനുഷ്യനാണ് ഇങ്ങനെ കൂനിപ്പിടിച്ചിരിക്കുന്നത്. യേശു അങ്ങനെ നിലത്ത് കുനിഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് ആദിമ ചില വായനകൾക്കകത്ത്, വിശേഷിച്ചും ഈ ഡെസേർട്ട് ഫാദേഴ്സിൻ്റെ വായനകൾക്കകത്തൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, യേശുവിന് തൻ്റെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ കണ്ണിലേക്ക് നോക്കാൻ പേടിയെന്നാണ് പറയുന്നത്. അവരുടെ ആ കണ്ണിലെ വന്യത, അവരുടെ ആ കണ്ണിലെ ആസക്തി. പലപ്പോഴും ഒരു പീഡന കഥകൾക്കകത്തൊക്കെ നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് ആ ഇരയോടുള്ള താല്പര്യമല്ല, നമ്മുടെ തന്നെ ചില ഹീനതകൾക്ക് ഒരു മറനീക്കാനായിട്ടുള്ള അവസരമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ സ്വകാര്യതയിലേക്ക് നമുക്ക് എന്തിനാ ഇത്രയും ഒളിഞ്ഞോട്ടം? അപ്പം അത്രയും ഹീനതയുമായിട്ട് നിൽക്കുന്ന മനുഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അവിടുന്ന് കൂനിപ്പിടിച്ചിരിക്കുക എന്നാണ് പറയുന്നത്, കണ്ണുകൾ ഉയർത്താനാവാതെ. പക്ഷേ ഈ ഇടത്തിൽ വിധിക്കാനായിട്ട് അവകാശമുള്ള ഏക മനുഷ്യൻ അവളോട് പറഞ്ഞു, സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ആ വിളിക്കകത്ത് പോലും അസാധാരണമായൊരു സൗന്ദര്യമുണ്ട്. സ്ത്രീയെ, നിങ്ങൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മാത്രം യേശു റിസർവ് ചെയ്തിട്ടുള്ള വാക്കാണ് സ്ത്രീ. ആര്? അമ്മ മേരിക്ക് വേണ്ടി. ഇപ്പോൾ സ്വന്തം അമ്മയെ വിശേഷിപ്പിക്കാനായിട്ട്, നിർമ്മലയായ സ്ത്രീ വിശേഷിപ്പിക്കാനായിട്ട്, ശുദ്ധിയുള്ള, ഇങ്ങനെ ഉത്ഭവഭാവം പോലും ഇല്ലെന്ന് കരുതപ്പെടുന്ന ആ സ്ത്രീ വിശേഷിപ്പിക്കാനായിട്ട് യേശു കണ്ടെത്തിയ ഒരു പദമാണ് ഇപ്പോൾ യേശു ഇവൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്, ഇവൾക്ക് വേണ്ടി ഉരുവിടുന്നത്. എൻ്റെ അർത്ഥം എന്താണ്? ഇത്തിരി മനസ്സ് വെക്കുമെങ്കിൽ നിൻ്റെ ഉള്ളിൽ നിന്ന് നിർമ്മലയായ ഒരു സ്ത്രീ രൂപപ്പെടും, കുലീനയായ ഒരു സ്ത്രീ രൂപപ്പെടും. മേലിൽ പാപം ചെയ്യരുത്. ഒരു തരത്തിലും അവൾ ഇന്നലകളെ പറഞ്ഞ് യേശു ഭാരപ്പെടുത്തുന്നില്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പാളിച്ചകൾ മനുഷ്യരുടെ ഇന്നലകളെക്കുറിച്ച് പറഞ്ഞും പരാതിപ്പെട്ടും ഭാരപ്പെടുത്തിയുമൊക്കെയാണ് നമ്മൾ മുമ്പോട്ടുള്ള ജീവിതം പോവുക. യേശു മനുഷ്യർക്ക് ഒരു ക്ലീൻ ചെക്ക് കൊടുക്കുക, ഇങ്ങനെ ഒരു കൃത്യമായിട്ട് തുടച്ചു നീക്കിയ വൃത്തിയാക്കിയ ഒരു സ്ലേറ്റ് കണക്ക് ഒന്നിലേക്ക് പുതുതായിട്ട് എഴുതാനായിട്ട് ഊഴം കൊടുക്കുക. ആ ഊഴത്തിൻ്റെ വാക്കാണ് മേലിൽ പാപം ചെയ്യരുത്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തെ കുലീനമാക്കാനായിട്ട് പുതിയൊരു ഊഴം കിട്ടുന്നു. ആ ഊഴത്തിൻ്റെ പേരാ സുവിശേഷം. ഒരു പെൺകുട്ടി അവളുടെ ഭൂതകാലം തെറ്റുകളിലാകത്തുകയായിരുന്നു. മനസ്സുമെടുത്തിട്ട് അവളിങ്ങനെ കടലോരത്തൂടി നടക്കുക. അവളുടെ ഒരു അവസാനത്തെ യാത്ര എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് കടലിലോട്ട് കുതിക്കാനായുമ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുക, തിരിഞ്ഞു നോക്കുക. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ നടന്നു വന്ന വഴികളിൽ അവൾ ഇന്നലകൾ കണക്ക് അവളുടെ കാൽപ്പാടുകളാണ്. അവൾ നോക്കി നിൽക്കുമ്പോൾ കടലിൽ നിന്നൊരു തിരമാല വന്ന് സൗമ്യമായി വന്ന് ഈ കാൽപ്പാടുകളെ തുടച്ചു മാറ്റി വീണ്ടും കടലിലേക്ക് മടങ്ങിപ്പോവുകയാണ്. തീരം കുട്ടി വൃത്തിയാക്കിയ സ്ലേറ്റ് പോലെ മനോഹരമാവുകയാണ്. ആ മണൽത്തിട്ടയിൽ മുട്ടിൽമേൽ നിന്നുകൊണ്ട് വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ദൈവമേ, എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ വിരൽപ്പാടുകളെ സൗമ്യമായി തുടച്ചു മാറ്റുന്ന വെൺതീര വൻകൃപ. നമുക്ക് തിരുത്താനാവാത്ത ഭൂതകാലത്തെ അവൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വർത്തമാനം ജീവിക്കുക. ഞാനും നിന്നെ വിധിക്കുന്നില്ലെന്ന് യേശു പറയണം. സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അതിനകത്ത് വേറൊരു കുഞ്ഞ് സൂചന കൂടി ഒന്ന് എടുത്താൽ നല്ലതാണ്. അവളെ വിധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവളിൽ ആരോപിക്കപ്പെട്ട കർമ്മത്തെ യേശു വിധിക്കുന്നില്ല. വ്യഭിചാരം എന്ന് പറഞ്ഞൊരു വാക്ക് യേശു ഉപയോഗിക്കുന്നില്ല. ആ വാക്കൊക്കെ ഉപയോഗിച്ചത് അതിന് ചുറ്റും നിന്ന മനുഷ്യരാണ്. ദാമ്പത്യത്തിൻ്റെ വിശ്വസ്തയ്ക്കും വ്യഭിചാരത്തിൻ്റെ അവിശ്വസ്തയ്ക്കും ഇടയിൽ, സ്ത്രീപുരുഷന്മാർക്കിടയിൽ എന്തുമാത്രം സുഗന്ധമുള്ള ബന്ധങ്ങൾ സാധ്യമാണ്. മകള്, പെങ്ങള്, ശിഷ്യ, സ്നേഹിത, കുറേ കൂടി സുഗന്ധമുള്ള സ്ത്രീപുരുഷ ബന്ധങ്ങൾ ഭൂമിയിലുണ്ടാവട്ടെ. കാരണം നമ്മുടെ കാലത്ത് മനുഷ്യർ വിചാരിക്കുന്നു ഒരു പുരുഷനും സ്ത്രീക്കും ഇടയിൽ ഇടറിപ്പോകാതെ നിലനിൽക്കുന്ന ചില സൗഹൃദങ്ങളിലോ സ്നേഹത്തിലോ ആയിരിക്കുക അസാധ്യമാണെന്ന്. അത് അങ്ങനെയെല്ലാം തെളിയിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട്. ആരോ പറയുന്ന കണക്ക് ഇങ്ങനെ ഒരുമിച്ച് നടന്നിട്ട് കാര്യമായി ചീത്തപ്പേരുണ്ടാക്കാത്ത ഏക മലയാളികൾ ഈ കഥകൾക്കകത്തെ കുട്ടൂസിനുണ്ടാകിനി മാത്രമാണെന്ന് പറയുന്നത്. അത് ഒരു ഫലിതമല്ല, മറിച്ച് ഒരു ശരാശരി മലയാളി ജീവിതത്തിനെതിരായിട്ടുള്ള ആരോപണം. ഭൂമിയിൽ ഭംഗിയുള്ള പലതരം ബന്ധങ്ങളുണ്ടാവട്ടെ.
പുരുഷനും സ്ത്രീക്കും ഇടയിലുള്ള ബന്ധങ്ങളെ വ്യഭിചാരമെന്ന് വ്യാഖ്യാനിക്കാൻ മാത്രം കെട്ട മനസ്സുകൾ ഭൂമിയിൽ ഇല്ലാതിരിക്കട്ടെ. അതിനേക്കാൾ ആഴമുള്ള സുഗന്ധമുള്ള ബന്ധങ്ങൾ ഭൂമിയിൽ ഉണ്ടാവട്ടെ. അങ്ങനെ ഒരു ചെറിയ വായന കൂടി ഇതിൻ്റെ കൂടെ സാധ്യതമാണ്. അവളെ മാത്രമല്ല വിധിക്കുന്നത്, അവളിൽ ആരോപിക്കപ്പെട്ട കർമ്മത്തെ പോലും വിധിക്കുന്നത്. അതിന് മീതെ യാതൊരുവിധ ചോദ്യമോ ഉത്തരങ്ങളോ ഒന്നും ആവശ്യമില്ല. മനുഷ്യരുടെ ബന്ധങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട്, അതിൻ്റെ ടെക്സ്റ്ററുകളെ വ്യാഖ്യാനിക്കാനായിട്ട്, അതിൻ്റെ സുഗന്ധങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് ആരാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്? ഓരോരോ കാലത്ത് ഇത്തരം ചില കാര്യങ്ങൾക്ക് മീതെ ഓരോരോ ദേശങ്ങളിൽ മനുഷ്യർ കാണുന്ന ശാഠ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഇടയിൽ രൂപപ്പെട്ട ഒരു പദം പോലും ഓർക്കുകയാണ്, ഒരു മോറൽ പോലീസിംഗ് എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ ആ സുവിശേഷത്തിന് നിരക്കാത്തതാണെന്ന് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ കുലീനയായിട്ട് ആ സ്ത്രീ മടങ്ങിപ്പോവുകയാണ്. അവൻ്റെ മുമ്പിലേക്ക് വന്ന എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന് മറ്റൊരു ഊഴം കിട്ടിയ, ആരംഭിക്കാനായിട്ട് പുതിയൊരവസരം കിട്ടിയ, ഗണികളുടെ സ്നേഹിതൻ എന്ന പേരിലാണ് അവനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന പോലും. അതിനെക്കുറിച്ച് ഒരിക്കലും യേശു ആത്മനിന്ന് അനുഭവിച്ചിട്ടില്ല. മറിച്ച് യേശു അതിന് മീതെ ചില കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തു. നിങ്ങൾക്ക് മുമ്പേ ഗണികളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കും. എന്തുമാത്രം ഇടറിപ്പോയ സ്ത്രീകൾ പിന്നീട് ജീവിതത്തിൻ്റെ സുഗന്ധം വീണ്ടെടുത്ത് കുലീനമായിട്ട് ഈ ഭൂമിയിൽ കടന്നു പോയിട്ടുണ്ട്. റാബിയെ തന്നെ എടുക്കുക. റാബിയുടെ പശ്ചാത്തലം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആദ്യം നമ്മൾ അവളെ കണ്ടുമുട്ടുന്നത് ഒരു വേശ്യാലയത്തിലാണ്. ഇങ്ങനെ ഇസ്ലാം ധ്യാനപരിധിയാണ് റാബിയ, മിസ്റ്റിക്കാണ്. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരിടത്തിൻ്റെ നടത്തിപ്പുകാർ കണ്ടെത്തിയൊരു കാര്യം ഇതാണ്: അവിടേക്ക് വരുന്ന പുരുഷന്മാർ വീണ്ടും ഒരിക്കലും അവിടേക്ക് വീണ്ടും വരുന്നില്ല. അത് അവരുടെ വ്യാപാരത്തെ ബാധിക്കുന്നൊരു കാര്യമായതുകൊണ്ട് ആ പുരുഷന്മാരെ തപ്പി അവരിറങ്ങുകയാണ്. അപ്പോൾ ഈ പുരുഷന്മാരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്: അവിടെ ഒരു സ്ത്രീയുണ്ട്, റാബിയ, അവൾ ഞങ്ങളെ നിഷ്കളങ്കതയുടെ ആനന്ദം പഠിപ്പിച്ചു. ഭംഗിയുള്ള പ്രകാശമുള്ള ചില ജീവിതങ്ങൾ ഇനിയും മനുഷ്യർക്ക് സാധ്യമാണ്. വിശ്വസാഹിത്യത്തിൽ തന്നെ ഏറ്റവും പ്രകാശം പരത്തുന്നതായിട്ട് ഞാൻ കരുതുന്ന കഥാപാത്രം ഡോസ്റ്റോവ്സ്കിയുടെ സോനിയയാണ്. റസ്കിൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു അധർമ്മം പറ്റുമ്പോൾ, കൈപ്പിഴ പറ്റുമ്പോൾ അത് അയാൾക്ക് ഏറ്റുപറയാനായിട്ട് അയാൾ കണ്ടെത്തുന്ന ഭൂമിയുടെ ഏക കുമ്പസാരക്കൂടാണ് സോനിയ. അവളുടെ അടുക്കൽ വന്നിട്ട് തനിക്ക് പറ്റിയ ഇടർച്ചകൾ അയാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവളാവട്ടെ ഒരു തരത്തിൽ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല. മറിച്ച് അയാളെ ചേർത്ത് പിടിക്കുക. ഇത്രയും വലിയൊരു കൃതജ്ഞത തനിക്ക് അർഹിക്കുന്നതാണെന്ന് പോലും അയാൾക്ക് അറിഞ്ഞുകൂടാ. ആ കൃതജ്ഞതയിൽ നമ്രശീഷ്ണനായി നിന്നുകൊണ്ട് പിന്നെ പതുക്കെ കുനിഞ്ഞ് അവളുടെ കാൽപാദങ്ങളെ അയാൾ ചുംബിക്കുക. അപ്പോൾ സോനിയ പറയുന്നുണ്ട്: നീ എൻ്റെ കാൽപാദങ്ങളെ ചുംബിക്കുക. എന്താ ഇത്? റസ്കിൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിൻ്റെ കാൽപാദങ്ങളെയല്ല ചുംബിക്കുന്നത്, ഭൂമിയിലെ സകല മനുഷ്യരുടെയും ദുരിതങ്ങളെ. ഒരിടറിപ്പോയ ഒരു സ്ത്രീ കടന്നുപോയത് കണക്ക് ദുരിതകാണ്ഡങ്ങളിലൂടെ ലോകത്തൊരു സ്ത്രീയും കടന്നു പോയിട്ടില്ല. അതിനോടൊക്കെ സഹാനുഭൂതിയുള്ള, അവരിൽ നിന്നൊക്കെ പ്രകാശം രൂപപ്പെടുമെന്ന് വിശ്വസിച്ച ആ വലിയ മനുഷ്യൻ, അലയുന്ന മരപ്പണിക്കാരൻ. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല കഥകൾ എഴുതിയിട്ടുള്ള വിക്ടർ ലിനസ് ഉണ്ട്. വായനയിൽ താല്പര്യമുള്ളത്, ഇപ്പോൾ അതിൻ്റെ ഒരു പതിപ്പുകൾ ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടെ. വിക്ടർ ലിനസിൻ്റെ കഥകൾ വായിച്ചാൽ നല്ലതാണ്. അതിനകത്ത് ലീല എന്നൊരു ഗണികയുണ്ട്. മിക്കവാറും വിക്ടറിൻ്റെ കഥയ്ക്കകത്ത് ആവർത്തിക്കപ്പെടുന്ന, വിക്ടർ ഇങ്ങനെ ഒരു മരിച്ചുപോയൊരു വ്യക്തിയാണെന്ന് ഓർത്താൽ നല്ലതാണ്. ചെറുപ്പത്തിൽ തന്നെ വലിയ ഒരു പ്രായം, ഒരു പക്ഷേ ഒരു 40കളുടെ അവസാനമൊക്കെ തൻ്റെ പ്രായത്തിൻ്റെ. അപ്പോൾ അതിനകത്ത് ആ പറയുന്ന ലീല എന്ന് പറയുന്ന ഗണികയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ അടുക്കിലേക്ക് വരുന്നവരുടെയൊക്കെ ജീവിതത്തിലേക്ക് സുഗന്ധം കൊടുക്കാൻ പറ്റുന്ന എന്തോ ഒരു നന്മ അവളുണ്ടായിരുന്നു. മനുഷ്യരുടെ നന്മകൾ, അവരുടെ ആന്തരികതയുടെ നന്മകൾ, ഇതിനെയൊക്കെ വിധിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ നമ്മളാരാ? ഗണികളുടെ ചങ്ങാതി അത്തരം ചില ഹീനതകളിൽ നിന്ന് നമ്മളെയും തടയട്ടെ. ആമേൻ.